ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അതൊന്ന് മലയ്ക്ക് പോകാനായിട്ട് മാലയിടും. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അതും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ചിത്രേട്ടനും ജിഷ്ണേട്ടനൊക്കെ ഒരുമിച്ചാണ് കേട്ടോ മാലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരണം വിളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് പോണത്. അപ്പോൾ അത് ഓട്സാണ് കേട്ടോ അത് രാവിലെ കഴിക്കാറ്. ഈ ഒരു സമയത്ത് ശരിക്കും അവൻ ജിമ്മിലായിരിക്കും ഉണ്ടാവുക. രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും അത് പോവും. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണോണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോണത്. ഒരു 7 മണി ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് വീട്ടിൽ പോവുമല്ലോ. അപ്പോൾ അത് പറയണം അതിൻ്റെ അടുത്ത്, ഇനി നാളെയാണ് കാണുള്ളൂ എന്നൊക്കെ പറയണോണ്ട് ടാറ്റയ്ക്ക് തന്നിട്ടുണ്ട് കേട്ടോ പോണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരണം വിളിക്കണോണ്ട് ഞാനത് ഓഫാക്കി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചോളൂ. അത് ഞാൻ കുറിയൊക്കെ തൊട്ട് ഞാൻ വെച്ച് നേരെ ഇനി അടുക്കളേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കുറിയുടെ ഭംഗി നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കണ്ണാടിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മ മസാലക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അത് പോയിക്കണം. അപ്പോൾ മസാലക്കറിക്കുള്ളതാണ് അമ്മ റെഡിയാക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ദോശപ്പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മ അതാക്കണോണ്ട് ഞാൻ പിന്നെ റൂമിൽ വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചു വൈകുന്നേരം അച്ഛൻ വരും എന്തായാലും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആക്കണ്ട, രാവിലെ തന്നെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. അല്ലെങ്കിൽ ഞാൻ പോണ നേരത്ത് അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് എടുത്ത് വെക്കാൻ നിൽക്കണം. അപ്പോൾ ഓരോന്ന് മറക്കും. പിന്നെ വീട്ടിലെത്തി കഴിയുമ്പോൾ അയ്യോ അതൊക്കെ മറന്നൂല്ലോ എന്ന് ഓർക്കാം. അപ്പം ഞാൻ അതൊക്കെ ആക്കി വെച്ചുട്ടോ. പക്ഷേ ഒരു 2 ദിവസത്തേക്കാണ് ഞാൻ പോണത്. പക്ഷേ പോണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നിൽക്കാൻ പോണ പവറിലാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കണത്. അപ്പോൾ അമ്മയുടെ എന്താ പറയുക മസാലക്കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ദോശ ഉണ്ടാക്കാം നിൽക്കാം എന്ന് ചോദിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നോട്ടോ. അപ്പം അമ്മ അപ്പുറത്ത് ഉച്ചക്കലേക്കുള്ള പയർ കറിക്ക് വേണ്ടിയിട്ട് പയറൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു വേഗം ദോശ ഉണ്ടാക്കാൻ വന്ന്. അപ്പോൾ എനിക്കുള്ള ദോശ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഴിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ. കുറേ നേരം എനിക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഗ്യാസ് കയറണ പോലെയൊക്കെ തോന്നും. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഭയങ്കര എന്തൊരു അസ്വസ്ഥത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അതായത് ഞാൻ വേഗം ദോശ ഒരു 2-3 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഒന്ന് ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ അത് കഴിച്ച് ഞാൻ നേരെ ജോലിക്ക് വേണ്ടി ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക്